ഇപ്പൊ പനി സീസൺ ആണല്ലേ? എനിക്കും പനിയാണ്. അപ്പൊ പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? അപ്പൊ അത് പഠിക്കണമെങ്കിൽ നമുക്കൊരു പാട്ട് പഠിക്കണം. കുറച്ച് ടഫാണ്. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Hai Subas, Subas. Nanti 1, 2, 3, 4. Endratam. Hai പനികളെല്ലാം Endratam. വൈറസ്, പനികളെല്ലാം വൈറസ്, എലിപ്പനി മാത്രം ബാക്ടീരിയ. കുറച്ച് ടഫാണ്, നിങ്ങളും കൂടെ പാടും. പനികളെല്ലാം വൈറസ്, എലിപ്പനി മാത്രം ബാക്ടീരിയ. അപ്പൊ ഇതിന്റെ സാരാംശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പഠിച്ചിട്ടുള്ള ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, അങ്ങനെ പനി 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 എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള പനികളുടെ എല്ലാം രോഗകാരി വൈറസ് ആണ്. എന്നാൽ എലിപ്പനി ഉണ്ടാവാൻ കാരണക്കാരൻ ബാക്ടീരിയയാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് മൂലമല്ലാതെ ഉണ്ടാവുന്ന രോഗം ഏതാണ് എന്നൊക്കെ ഇങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി തെറ്റിപ്പോകത്തില്ലല്ലോ, പാട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എലിപ്പനിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? അപ്പൊ എലിപ്പനി ഉണ്ടാവാൻ കാരണക്കാരനായ രോഗകാരി ആരാണ്? ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ബാക്ടീരിയ പ്രോകാരിയോട്ടിക് വിഭാഗത്തിൽ വരുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയ പെരുകി എന്ത് ചെയ്യുന്നു? നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ഇവര് ചില ടോക്സിനുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ടോക്സിനുകൾ നമ്മുടെ രക്തലോമികകളിൽ പ്രവേശിച്ച് അതിനെ നശിപ്പിക്കുകയും അതുപോലെ നമുക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കി അങ്ങനെ മരണം വരെ സംഭവിക്കാൻ ഇടയാവുകയും ചെയ്യും. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള ഒരു രോഗമാണ് ഈ എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണെന്നുള്ളത് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ലെപ്റ്റോസ്പൈറ ഇക്ടെറോഹെമറാജിയ. ഏതാണ്? ലെപ്റ്റോസ്പൈറ ഇക്ടെറോഹെമറാജിയ. ഓക്കെ, കർഷകരുടെ രോഗം, വീൽസ് ഡിസീസ്, ബ്ലാക്ക് ജോണ്ടിസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ പനി, ശക്തമായ തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം, ഇതൊക്കെയാണ് മുഖ്യ ലക്ഷണങ്ങൾ. അപ്പൊ ഇനി തെറ്റില്ലല്ലോ അല്ലേ? അപ്പൊ ക്ലാസ്സും കോഡും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ.